ആദ്യം ഈ വീട് ഒരു 20 കൊല്ലം മുന്നേ ആദ്യമായിട്ട് ഒരു വലിയ നടനെ ഫിലിമിൽ പതിപ്പിച്ച വീടാണ്, സ്ഥലമാണ്. 20 കൊല്ലം മുന്നേ തിരുനോട്ടം ഇവിടെ വെച്ച് ആ ഒരു കാലത്തെ കുറിച്ച് പറയാമോ? എല്ലാവരും കൂടി വന്നിട്ട് MG കളി പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ സിനിമയിൽ പോണം എന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു ഡിഗ്രി എടുത്തിട്ട് നീ പോയാൽ മതി, അതിന് മുമ്പ് നീ പോകണ്ടെന്ന് പറഞ്ഞു. ഡിഗ്രി എടുത്തു, BCom പാസ്സായി. അത് കഴിഞ്ഞിട്ട് തിരുനോട്ടം എടുത്തു. ഒക്കെ എടുത്തു. അതൊക്കെ അങ്ങ് കഴിഞ്ഞു. പിന്നാണ് ഉദയ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചത്. അതൊന്നും ഞാൻ അറിഞ്ഞില്ല, നമ്മളറിയാണ്ടാണ് അടുത്ത്. പിന്നെ അങ്ങനെ കുറേശ്ശെ ഉയർന്നു വരികയായിരുന്നു. ഈ തിരുനോട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ രാവിലെ ഇവരെല്ലാം കൂടെ വന്നിട്ട് ഷൂട്ട് ചെയ്ത് അച്ഛൻ വരുമ്പോൾ ഓടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓടത്തില്ല, അച്ഛൻ അങ്ങനെ എതിരൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും അച്ഛനന്ന് വർക്ക് ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ അച്ഛന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തിൽ അച്ഛൻ ഓഫീസ് റൂമൊക്കെ താഴെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തു കൊടുക്കുമായിരുന്നു. ഈ തിരുനോട്ടത്തിന് ഇതിൽ അമ്മ ഇവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് ചെയ്യുമായിരുന്നു. തികയാത്ത ഭക്ഷണം അത്രയുള്ളൂ, ബാക്കിയൊക്കെ അവർ ചെയ്തോളും. ഞാൻ പോവില്ല. അതിനുശേഷം ഈ വീട്ടില്, ഇവിടുത്തെ വീട് മുടമുകളിലുള്ള ഈ വീട്ടില് അമ്മ വരുന്ന ഒരു 37 കൊല്ലം മുന്നെയാണ് പറഞ്ഞു. ശരിക്കും പത്തനംതിട്ടക്കാരാണ് അല്ലേ? ഞാൻ പത്തനംതിട്ട. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇപ്പൊ തിരുവനന്തപുരത്തുകാരാണ്. അല്ല, പത്തനംതിട്ട. ഞാനും അച്ഛനും ഒക്കെ പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയാണെങ്കിൽ എലന്തൂർ എന്ന് പറയാണ് ശരിക്കുള്ള സ്ഥലം, ഞങ്ങളുടെ സ്ഥലം. പത്തനംതിട്ട താമസിക്കണമെന്നേ ഉള്ളൂ ഞങ്ങൾ. അതിനുശേഷം ഇങ്ങോട്ട് വരാനുള്ള അച്ഛന് ജോലി ഇവിടെ ആയിരുന്നു. അച്ഛൻ ലോയിലായിരുന്നു, ലോ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യുകയായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ പഠിച്ചതൊക്കെ ഇവിടെ തന്നെ. എൻ്റെ 2 മക്കളും ഇവിടെ വരുന്ന കാലത്ത് ഇപ്പൊ മുടമോൾ ഇപ്പോഴും ഒരു അല്പം ഹില്ലി ഏരിയയാണ്. വരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു ഈ സ്ഥലം? മുഴുക്ക കാട് പിടിച്ച സ്ഥലമായിരുന്നു. കാടായിരുന്നു. ഞങ്ങൾക്ക് വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ വെള്ളം വില വരെ കൊടുത്ത് വാങ്ങിക്കായിരുന്നു. ഇപ്പോഴാണ് കിണറും ഒക്കെ കുഴിച്ച് എല്ലാ വീട്ടിലും കുഴിച്ച്. ഇപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ ലാലുവിന് 3 വയസ്സേ ഉള്ളൂ, കൊച്ചുകുട്ടിയായിരുന്നു. മുടമോൾ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ മോഡൽ സ്കൂളിൽ പഠിച്ചു. എന്നെ MG ആർട്സിൽ പഠിച്ചു. പിന്നെ MGയിൽ പഠിച്ചു. ഉണ്ട്, ചെറുപ്പത്തിൽ മുതലേ. അങ്ങനെയില്ല, ആരെങ്കിലും വന്നിട്ട് പോകുമ്പോൾ അവർ കാണിക്കുന്ന മാതിരിയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എല്ലാം കാണിക്കും. നന്നായിട്ട് പാടുമായിരുന്നു, നന്നായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ലാലു മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ ചെയ്യുമ്പോൾ എനിക്ക് സുഖമില്ലാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ അവിടെ നേരെ ഹോസ്പിറ്റലിലാണ് വന്നത്. അന്നപ്പോൾ അവൻ്റെ പുറത്തിങ്ങനെ ചുമന്ന പാട് കണ്ടു. ഞാൻ വിചാരിച്ച് അടിച്ചതായിരിക്കുന്നു. അപ്പോൾ എന്തോ അടിയുടെ പാടുവല്ലതും പോലെ പെയിൻ്റൊക്കെ തേക്കുന്നതായിരിക്കും. എനിക്ക് വിഷമം തോന്നി. അപ്പോൾ പിന്നെ പറഞ്ഞില്ല, സിനിമയല്ലേ അമ്മ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അങ്ങനെയാണ് ഞാൻ ആദ്യം കണ്ടത്. ഈ കേരളം മുഴുവൻ ആരാധിക്കുന്ന ഒരു നടൻ, ഈ നടന് 20 വർഷം മുന്നേ ഉള്ള ആരാധനാ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? അന്നത്തെ ആരൊക്കെയായിരുന്നു മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള നടിമാർ? അതിനെക്കുറിച്ചൊന്നും വീട്ടിൽ സംസാരിക്കത്തില്ല. ഇല്ല, അതിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ സിനിമയ്ക്കൊക്കെ പോകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ക്ലാസ് കട്ട് ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. കട്ട് ചെയ്യത്തില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല. സിനിമയ്ക്കൊക്കെ പോകും, വന്നിരുന്ന് ആടുകയൊക്കെ ചെയ്യും. പിന്നെ ഫ്രണ്ട്സൊക്കെ നിറയെ ഉണ്ട്. എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുക്കലും പോകും. എല്ലാ ഫ്രണ്ട്സും ഇവിടെ വരും. അതിനൊന്നും അവനതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എല്ലാവരും കൂടി കുടുംബമായിട്ട് ഇപ്പോൾ കണ്ട് എനിക്ക് ശരിക്കും സങ്കടമായിരുന്നു. എന്നുവെച്ചാൽ അവന് പറ്റുന്ന അവൻ വില്ലനല്ല. ആ പയ്യനെ പിടിച്ച് വില്ലനാക്കിയല്ലോ എന്ന് എനിക്ക് സങ്കടം തോന്നി. പിന്നെ അതിൽ നല്ല തുടക്കം. അപ്പം നന്നായിട്ടുണ്ട്. എന്നാലും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, സങ്കടം വരും. ഒക്കെ സങ്കടം വരും. ഞാൻ വരുമ്പം കൈയും കാലും ഒക്കെ നോക്കും, മുറിവുണ്ടോ ചതവുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. അന്നും നോക്കും, ഇന്നും നോക്കും. വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നോക്കും. ഈ അന്ന് മുതൽ ഇപ്പം എല്ലാവരും പല കോളേജ് സ്റ്റുഡൻസ് വരെ അനുകരിക്കുന്ന ഒരു സംഭവമാണ് മോഹൻലാലിൻ്റെ ചെരിഞ്ഞ നടത്തം. അതുപോലെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ അദ്ദേഹം മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരുപാട് മാനറിസങ്ങൾ ഇത് പണ്ടേ ഉണ്ടോ? അത് പണ്ടേ ഉണ്ട്. പിന്നെ വീട്ടിൽ കാണിക്കുന്ന വികൃതരം തന്നെ സിനിമയിലും കാണിക്കുന്നത്. അല്ലാതെ സിനിമയിലെന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും താളവട്ടത്തിലൊക്കെ കിടന്ന മറിയൊക്കെ, പക്ഷെ അതൊക്കെ ഇവിടെ കാണിക്കുന്ന ഗോഷ്ഠികളൊക്കെ തന്നെ. പക്ഷെ ഇപ്പം അതൊന്നുമില്ല. ഫീൽഡിൻ്റെ ആയിരിക്കും, കുറച്ചുകൂടെ മെച്ചുവറായി, അതുകൊണ്ടായിരിക്കും ഇപ്പം അതൊന്നും ചെയ്യത്തില്ല. ഇപ്പം വന്നാൽ ഭയങ്കര ക്വയറ്റാണ്. പണ്ടത്തേലൊക്കെ അങ്ങ് ക്വയറ്റാണ് ഇപ്പോഴും. ഈ താളവട്ടം ആ ഒരു ലെവലിൽ എത്തുന്നതിന് മുന്നേ, അതായത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ട് ശരിക്കും വരുന്നതിന് മുന്നേ ഉള്ള ഒരുപാട് അധികം ഹിറ്റാവാത്ത പടങ്ങളും ഉണ്ടായിരുന്നല്ലോ. ആ കാലത്തൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ട് വയ്യമ്മേ അങ്ങനെ വല്ലതും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. കഷ്ടപ്പെടാൻ ഇഷ്ടമാണ്, ഉള്ളത് സിൻസിയറായിട്ട് ചെയ്യുകയും ചെയ്യും. ഇതെന്നല്ല ഏതൊരു പ്രവൃത്തിയാൾ അങ്ങനെ ചെയ്യുള്ളൂ.
പിന്നെ അവൻ പറയുമ്പോൾ കഷ്ടപ്പെടാണ്ട് കാര്യം നടക്കൂലല്ലോ, അതിൽ ഇറങ്ങിപ്പോയില്ലേ, പിന്നെ അതിനനുസരിച്ച് ചെയ്തല്ലേ പറ്റുള്ളൂ. ആരും ബുദ്ധിമുട്ടിപ്പിക്കില്ല, എത്ര വയ്യെങ്കിലും ചെയ്യും. അമ്മയുടെ മനസ്സിൽ അമ്മയുടെ ലാലു എന്താവണമെന്നായിരുന്നു? അങ്ങനെയില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ അവരെ തന്നെത്താനല്ലേ സെലക്ട് ചെയ്യണത്. എനിക്കൊരു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഡോക്ടർമാരില്ല, അന്നൊക്കെ ഇങ്ങനെ വെറുതെ ഒക്കെ ഇരുന്നിട്ട് പറയും, പക്ഷെ അയാളെ സംബന്ധിച്ച് അതൊന്നും പറ്റില്ല. ഇതായിരിക്കും കളിയും ചിരിയും ആട്ടവും പാട്ടും ഒക്കെ ആയിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നന്നായിട്ട് പാടും. കൊച്ചിലെ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. അമ്മയും ഡാൻസ് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ചെയ്യും. അയാൾ ചെയ്യും, നന്നായിട്ട് ചെയ്യും, പാടുകയും ചെയ്യും. കൊച്ചിലേ പാടും, നന്നായിട്ട് പാടും. ഈ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ട് വളരെ നല്ലതാണ്. അതിനെപ്പറ്റി ഒരുപാട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് പലരും. ശരിക്കും ലാലുവിൻ്റെ ശരിക്കുള്ള എല്ലാം കാണിക്കണം പ്രിയൻ്റെ പടത്തിലാണ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആയിരിക്കണം, കൂടുതലും അങ്ങനെയാണ് ഇപ്പോഴും അല്ലേ. ഈ സാധാരണ ഇപ്പം നമ്മുടെ നടന്മാർ, മലയാളത്തിലെ നടന്മാരെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു സൂപ്പർ താര സങ്കല്പം എന്ന രീതിയിൽ നോക്കുമ്പോൾ എല്ലാവരും നല്ല മെലിഞ്ഞ് നസീറിനെയും ഒക്കെ പോലെയുള്ള ആൾക്കാർ. മോഹൻലാൽ എന്ന് വെച്ചാൽ തടിയും അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കുന്ന ഒരാൾ. എങ്ങനെയാണ് ഭക്ഷണ കാര്യത്തിൽ അദ്ദേഹം? എന്തും കഴിക്കും, എല്ലാം കഴിക്കും, നല്ലോണം കഴിക്കുകയും ചെയ്യും. ഇപ്പം കുറവാണ്, നേരത്തെ കഴിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊക്കെ വലിയ വണ്ണമുള്ള ആളുകളല്ലേ. അമ്മ നേരത്തെ പറഞ്ഞു സ്ലിം ആയിരുന്നു. ലാലുവിന് ചെറുതിലേ വണ്ണമുണ്ട്, കൊച്ചിലേ വണ്ണമുണ്ട് ലാലു.